വെൽക്കം. തഹ്മനാണ്. മോളിക്കുലാർ ബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? 5 പ്രൈം ക്യാപ്പിംഗ് ആൻഡ് പോളി അഡിനൈലേഷൻ. സോ അത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ബാക്കി പറയാനുള്ളത് ഒന്ന് സ്പ്ലൈസിംഗ് ആണ്, രണ്ടാമത് എഡിറ്റിംഗിനെ കുറിച്ചിട്ടാണ്. സോ അപ്പോൾ നമ്മൾ ആദ്യം സ്പ്ലൈസിംഗിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഇസ് എ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ്. ആൻഡ് ദിസ് ക്യാൻ ഓൾസോ ബി ഹാപ്പൻ ബൈ കോ ട്രാൻസ്ക്രിപ്ഷണൽ ആയിട്ടും നടന്നേക്കാം. ഓക്കെ, പക്ഷേ നമ്മളിവിടെ പറയുന്നത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആയിട്ടാണ് നടക്കുന്നത്. ആൻഡ് നമ്മളിവിടെ പറയുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്, mRNA കുറിച്ചിട്ടാണ് നമ്മൾ പറയുക, മറ്റേ RNA കുറിച്ചിട്ടല്ല എന്നുകൂടി നമ്മൾ നോട്ട് വെച്ചേക്കുക. ആൻഡ് ഇത് നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്? ദിസ് ഹാപ്പൻസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് യൂകാരിയോട്സിലാണെങ്കിൽ ന്യൂക്ലിയസിനകത്ത് വെച്ചിട്ടായിരിക്കും നടക്കുക. ആൻഡ് നമുക്ക് ആദ്യം ഈ ട്രാൻസ്ക്രിപ്ഷൻ വഴി ഉണ്ടാകുന്ന mRNA അല്ലെങ്കിൽ പ്രൈമറി RNA ട്രാൻസ്ക്രിപ്റ്റ് അല്ലെ, അതിനെ നമുക്ക് വിശദമായിട്ടൊന്ന് കാണണം. സപ്പോസ് ഇത് പുതുതായിട്ടുണ്ടായിട്ടുള്ള mRNA ആണെന്ന് കരുതുക. 5 പ്രൈം ടു 3 പ്രൈം സ്ട്രാൻഡ് ആണ്. ഇവിടെ ക്യാപ്പിംഗ് നടന്നിട്ടുണ്ട്, ഇവിടെ പോളി അഡിനൈലേഷൻ നടന്നിട്ടുണ്ട്, പോളി A into N നടന്നിട്ടുണ്ടെന്ന് കരുതുക. നമുക്കറിയാവുന്ന ഒരു കാര്യം, DNA ഇത് DNA ആണെങ്കിൽ DNA എല്ലാ ഭാഗവും എന്ന് പറയുന്നത് വിവിധ തരം സീക്വൻസുകളുള്ള ഭാഗങ്ങളാണ്. പക്ഷെ ഇതെല്ലാം കോഡിംഗ് സീക്വൻസ് അല്ല. ഇവിടെ കുറച്ച് ഭാഗം കോഡിംഗ് ആയിരിക്കും, ഇവിടെ കോഡിംഗ് അല്ലാത്ത ഭാഗമുണ്ട്. സോ കോഡിംഗും അല്ലാത്ത ഭാഗം DNA-യിലുള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത mRNA-യുടെ പകർപ്പിലും ഇതേപോലുള്ള കോഡിംഗ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്, കോഡിംഗ് ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്, ചെയ്യേണ്ടാത്ത ഭാഗങ്ങൾ. സോ ഇതിൽ സ്പെസിഫിക് കോഡുകളെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോട്ടീനെ എക്സ്പ്രസ് ചെയ്യുന്ന ഈ ഭാഗത്തെ അതിനെ നമ്മൾ വിളിക്കുക ഇത്രയും ഭാഗമാണെന്ന് കരുതുക. ആൻഡ് ദിസ് വി കോൾ ഇറ്റ് ആസ് എക്സോൺസ് എന്നാണ് വിളിക്കുക. എക്സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ്ഡ് റീജിയൻസ്. ഈ ഭാഗം വെച്ചിട്ടാണ് പ്രോട്ടീൻ ആയിട്ട് വരുന്നത്. സോ ഇതിലെ എക്സ് എടുക്കുന്നു, ഈ റീജിയൻസിലെ ഇത് എടുത്തു കഴിഞ്ഞാൽ ONS എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സോൺസ് നമുക്ക് കിട്ടി. അതാണ് എക്സോൺസ്. സോ ഇതൊരു എക്സോൺ ആണ്. ഈ 2 നമുക്ക് എഴുതാം, ഇത് E3 ആണെന്ന് കരുതുക. ആൻഡ് ദിസ് ഇസ് E4 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ എക്സോൺസ് ആയി. ഇനി ഇതിനിടയിലുള്ള ഇത് ഇന്റർവീനിങ് റീജിയൻസ്, അതിന് നമുക്ക് ഇന്റർവീനിങ് റീജിയൻ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. റീജിയൻസിന്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വിളിക്കാവുന്നത് നോൺ എക്സ്പ്രസ്ഡ് റീജിയൻസിനെ, നോൺ കോഡിംഗ് സീക്വൻസസിനെ നമുക്ക് വിളിക്കാവുന്നത് ജങ്ക് സീക്വൻസ് എന്ന് വിളിക്കാം. ഇതാണ് ഇൻട്രോൺസ് എന്ന് പറയും. സോ ഇൻട്രോൺസ് ആർ ജങ്ക് സീക്വൻസ് ഓർ നോൺ എക്സ്പ്രസ്. സോ ഇത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണം, ഇത് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ ആവശ്യമില്ല. സോ നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഈ ഇൻട്രോൺസ്, ഇത് ഇൻട്രോൺ 1 ആണെന്ന് കരുതുക, ഇത് ഇൻട്രോൺ 2, ഇൻട്രോൺ 3, ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻട്രോൺ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റണം, ഈ ഭാഗം മാറ്റണം, ഈ ഭാഗം മാറ്റണം. എന്നിട്ട് ഈ ഭാഗവും കൂടി എക്സോൺ 1ഉം എക്സോൺ 2ഉം കൂടി ഇങ്ങനെ ചേർത്ത് പിടിപ്പിക്കാം, 3യും കൂടി ചേർത്ത് പിടിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്നതാണ് സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. സോ സ്പ്ലൈസിംഗ് ഇസ് ദ റിമൂവൽ ഓഫ് ഇൻട്രോൺസ്. സോ സ്പ്ലൈസിംഗിനെ നമുക്ക് റിമൂവൽ ഓഫ് ഇൻട്രോൺസ് എന്ന് വിളിക്കാം. ഓർ എക്സോൺസ് ജോയിനിങ്ങും കൂടിയാണല്ലോ, ജോയിനിങ് ഓഫ് എക്സോൺസ്. സോ രണ്ടും സ്പ്ലൈസിംഗ് തന്നെയാണ്. സോ DNA-യിലെ എക്സോൺ സ്പ്ലൈസസിനെ ചേർത്ത് വെക്കലാണ് സ്പ്ലൈസിംഗ്. സോ ഈ സ്പ്ലൈസിംഗ് mRNA-യിൽ വിവിധ രീതിയിൽ നടക്കും. നമുക്കിതിനെ 2 തരമാക്കാം. ഒന്ന് സെൽഫ് സ്പ്ലൈസിംഗ് ആണ്. സ്പ്ലൈസിംഗ് ആണ് ഒന്ന്. ഇതില് ATP-യുടെ ആവശ്യമില്ല, എനർജിയുടെ ആവശ്യമില്ല, പുറത്ത് നിന്ന് ഒരു പ്രോട്ടീനും വരേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഇൻട്രിൻസിക് ആണ്, ഇൻട്രിൻസിക് സ്പ്ലൈസിംഗ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഈ ഇൻട്രിൻസിക് സ്പ്ലൈസിംഗ് നടക്കുന്നത് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 4. സോ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇത് നടക്കാം. അല്ലെങ്കിൽ ഇൻട്രോൺസ് ഉള്ള സംഭവങ്ങളിൽ ഗ്രൂപ്പ് 1 ഇൻട്രോൺ, ഗ്രൂപ്പ് 2 ഇൻട്രോൺ, അതിലൊക്കെ നടക്കാം. ആൻഡ് പ്രോകാരിയോട്സിൽ നടക്കാം. സോ പ്രോകാരിയോട്സിൽ നടക്കാം, യൂകാരിയോട്സിലും കുറച്ച് നടക്കാം. സെൽഫ് സ്പ്ലൈസിങ്ങിനെ നമ്മൾ ഗ്രൂപ്പ് 1 സ്പ്ലൈസിംഗ് എന്ന് വിളിക്കാറുണ്ട്. പലതരം ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം സെൽഫ് സ്പ്ലൈസിംഗ് എന്ന് വിളിക്കാം. രണ്ടാമത്തത് സ്പ്ലൈസിയോസോം, PLI, സ്പ്ലൈസിയോസോം മീഡിയേറ്റഡ് സ്പ്ലൈസിയോസോം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നു. സോ ഇതിന് എനർജി വേണം, ATP, ഓരോ സ്റ്റെപ്പിലും ATP വേണം, എനർജി വേണം. ആൻഡ് വിവിധ തരം സംഭവങ്ങൾ ഇതിന് ആവശ്യമുണ്ട്. അത് നമുക്ക് പുറകെ വിശദമായിട്ട് പറയാം. സോ ഇത് പ്രധാനമായിട്ടും യൂകാരിയോട്സിലാണ് നടക്കുക. mRNA-യിൽ ഇതാണ് പ്രധാനമായിട്ടും നടക്കുക. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് 3 ഇൻട്രോൺസ് അങ്ങനെയുള്ള സംഭവങ്ങളിലും ഇതാണ് കൂടുതലായിട്ട് നടക്കുക. സോ നമുക്ക് ആദ്യം സെൽഫ് സ്പ്ലൈസിങ്ങിനെ കുറിച്ച് പറയാം. സെൽഫ് സ്പ്ലൈസിംഗ് ഓർ ഗ്രൂപ്പ് 1 സ്പ്ലൈസിംഗ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് നമുക്ക് ആദ്യം mRNA വരയ്ക്കാം. ഇത് ഒരു 5 പ്രൈം എൻഡ് ആണ്, ഇത് 3 പ്രൈം എൻഡ് ആണ് എന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു എക്സോൺ ഞാൻ വരയ്ക്കുകയാണ്. ദാറ്റ് ഈസ് E1 എക്സോൺ ആണ്. ദെൻ ഇവിടെ നമുക്കൊരു ഇൻട്രോൺ ഉണ്ട്, ദെൻ അതിനുശേഷം ഒരു എക്സോൺ ഉണ്ട്. സോ ദിസ് ഇസ് E2 എക്സോൺ ആണെന്ന് കരുതാം. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ. സോ ഇത് ഇൻട്രോൺ ഭാഗമാണ്. ആൻഡ് ഇവിടെ ഈ 5 പ്രൈം എൻഡിൽ, ഇത് 5 പ്രൈം എൻഡ് ആണ്. ഇൻട്രോണിന്റെ തുടക്കത്തിൽ, ഇത് ഇൻട്രോൺ ആണ്, ഇൻട്രോണിന്റെ തുടക്കത്തിൽ ഉള്ള സൈറ്റ് ആണ് 5 പ്രൈം സ്പ്ലൈസ് സൈറ്റ്. സോ ഇവിടെ 5 പ്രൈം സ്പ്ലൈസ് സൈറ്റ് ഉണ്ട്.
ആൻഡ് ഇവിടെ ഈ ഇൻട്രോണിന്റെ RNA സീക്വൻസിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് GU എന്ന് പറയുന്ന ഒരു സീക്വൻസ്, ന്യൂക്ലിയോടൈഡ് സീക്വൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഇൻട്രോണിന്റെ 3' എൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 3' എൻഡിൽ നമുക്ക് അവിടെയും ഒരു പേര് കൊടുക്കാം, അതിനെ 3' സ്പ്ലൈസ് സൈറ്റ് എന്ന് വിളിക്കാം. ആൻഡ് ഇവിടെ ഉള്ളത് AG എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ GU ഉള്ള സീക്വൻസ് ഉള്ള ഒരു ഭാഗമുണ്ട്, ഇവിടെ AG എന്ന് പറയുന്ന സീക്വൻസും ഉണ്ട്. സോ രണ്ട് സൈറ്റ് 5' സ്പ്ലൈസ് സൈറ്റ് ആൻഡ് 3' സ്പ്ലൈസ് സൈറ്റ് വിത്ത് GU ആൻഡ് AG. ഇനി ഈ 3' സ്പ്ലൈസ് സൈറ്റിൽ ഇവിടെ നിന്ന് ഒരു 20 to 40 20 to 4 ന്യൂക്ലിയോടൈഡ്സ് മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്സ്ട്രീം എന്നാണ് വിളിക്കുക. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗമുണ്ട് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് അഡിനിൻ അല്ലെങ്കിൽ അഡിനോസിനൊക്കെ ഉള്ള ഒരു ഭാഗമുണ്ട്. ഇതിനെ നമ്മൾ ബ്രാഞ്ച് സൈറ്റ് എന്നാണ് വിളിക്കുക, ബ്രാഞ്ച് സൈറ്റ്. ഓക്കെ, ഇനി ഈ ബ്രാഞ്ച് സൈറ്റിനും ഈ 3' സ്പ്ലൈസ് സൈറ്റിനും ഇടയിൽ കുറേയേറെ പിരമിഡിൻ ന്യൂക്ലിയോടൈഡ്സ് മാത്രം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, പിരമിഡിൻ ന്യൂക്ലിയോടൈഡ്സ് മാത്രം. സോ അതിനെ നമുക്ക് പോളി Y എന്ന് വിളിക്കും. പോളി Y പിരമിഡിൻ നമ്മൾ തൽക്കാലം Y ആണ് ബുക്കിലൊക്കെ ഡിനോട്ട് ചെയ്യുക. സോ ഒരു പോളി Y സൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ 4 സൈറ്റ് ആണ് പറഞ്ഞത്. ഒന്ന് 5' സ്പ്ലൈസ് സൈറ്റിൽ ഒരു G ഉണ്ട്, 3' സ്പ്ലൈസ് സൈറ്റിൽ ഒരു AG ഉണ്ട്, ദെൻ അതിന് നടുവിലായിട്ട് ഏകദേശം 20 to 40 മുന്നിലായിട്ട് ഒരു A ഉണ്ട്, ബ്രാഞ്ച് സൈറ്റ് എന്നാണ് വിളിക്കുക. ഇതിന് രണ്ടിനും ഇടയിൽ പോളി Y സൈറ്റ് ഓർ പോളി പിരമിഡ് ന്യൂക്ലിയോടൈഡ്സ് ഉള്ള ഒരു സൈറ്റ് ഉണ്ട്. ഇതാണ് mRNA ഭാഗങ്ങൾ. അപ്പൊ ഇനി നമുക്ക് സെൽ സ്പ്ലൈസിംഗിനെ കുറിച്ച് പറയാം. സെൽ സ്പ്ലൈസിംഗിൽ ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ് വരുന്നു എന്ന് നമ്മൾ വിചാരിക്കുക. സപ്പോസ് ദിസ് ഈസ് ദാറ്റ് ന്യൂക്ലിയോടൈഡ്, അത് ഗ്വാനിൻ ആണ് എന്ന് നമ്മൾ കരുതുക. ഈ ഗ്വാനിൻ ഗ്വാനോസിനായിട്ടാണ് വരിക. ഗ്വാനോസിന്റെ പൊസിഷൻ 3യിൽ ഇവിടെ തൽക്കാലം ഇത് പൊസിഷൻ 3 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് എന്നും കൂടി നമ്മൾ വിചാരിക്കും. ആൻഡ് ഇവിടെ ഈ ഇൻട്രോണിന്റെ 5' സ്പ്ലൈസ് സൈറ്റിൽ ഇത് ഒരു ന്യൂക്ലിയോഫിലിക് അട്രാക്ഷൻ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു ഓയും ഒരു പിയുമാണ് അല്ലെ, ഇങ്ങനെ അതിന്റെ ബോണ്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഈ ബോണ്ടിനെ ഇത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. സോ ഗ്വാനോസിന്റെ ഈ H ഇവിടെ കൊടുക്കുന്നു. സോ ഇവിടെ ഓയിൽ ഈ H അങ്ങ് പിടിക്കുന്നു, അപ്പൊ ഇവിടെ OH ആയി. ഓക്കെ, ആൻഡ് ഇവിടെ ഈ പിയിൽ ആര് പിടിക്കുന്നു? നമ്മുടെ ഗ്വാനോസിന് അങ്ങ് ചേർന്ന് പിടിക്കുന്നു. സോ ഇടയിൽ O ഉണ്ട്. സോ ഇങ്ങനെ ഗ്വാനോസിൻ ചേർന്ന് ഇവിടുന്ന് പിടിക്കുമ്പോൾ ഇത് ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ടാവും. ഓക്കെ, അപ്പോ ഈ എക്സോണിന്റെ ഈ അറ്റത്ത് ഇവിടെ ഒരു OH ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇതിങ്ങനെ കട്ടായിട്ടുണ്ട്. ഇവിടെ ഇനി ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടെ അറ്റാക്ക് ചെയ്ത പോലെ നൗ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഇവിടെയുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടെ അറ്റാക്ക് ചെയ്യും. 3' സൈറ്റിലെ സ്പ്ലൈസ് സൈറ്റിലെ അവിടെ അറ്റാക്ക് ചെയ്യുന്നു. അതും ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് തന്നെയാണ്. ഇവിടെയും എന്താണുള്ളത്? ഇതും ഒരു ഓയും പി ആയിട്ട് ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. സോ ഇവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്നു. ആൻഡ് എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഈ H അങ്ങോട്ടേക്ക് കൊടുക്കും ആൻഡ് ഇത് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് വിട്ടുപോകും. ഇത്രയും ഭാഗം താഴത്തേക്ക് വിട്ടുപോവുകയും ഇവിടെ OP അങ്ങനെ അങ്ങോട്ട് അടുത്ത E2. സോ രണ്ട് എക്സോൺ സൈറ്റുകൾ ഇപ്പൊ ഒന്നാവുകയും ഇടയിലുണ്ടായിരുന്ന ഈ ഇൻട്രോൺ, സോ ഇത് ഇൻട്രോൺ ഭാഗമാണ്, ഇത് താഴത്തേക്ക് വിട്ടുപോവുകയും ചെയ്യുന്നു. സോ ഇൻട്രോൺ അത് പിന്നീട് ഡീഗ്രേഡ് ചെയ്ത് നശിക്കപ്പെടുകയും ചെയ്യും. സോ ദിസ് ഈസ് സെൽ സ്പ്ലൈസിങ്. സോ ഇവിടെ ഉള്ള ഒരു ഗ്വാനോസിൻ ന്യൂക്ലിയോടൈഡ് ആണ് ഇത് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ ചെയ്യുക. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്പ്ലൈസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്ലൈസിയോസോം മീഡിയേറ്റഡ് സ്പ്ലൈസിംഗ് ആണ്. ആൻഡ് mRNAയിൽ നമ്മൾ mRNA കുറിച്ചാണ് പറയാ. സോ mRNAയിൽ ഇതാണ് കൂടുതലായിട്ട് നടക്കുക. സോ ഒരു സ്പ്ലൈസിയോസോം കോംപ്ലക്സ് ഉണ്ടാകുന്നു ആൻഡ് ഈ കോംപ്ലക്സ് സ്പ്ലൈസിയോസോം കോംപ്ലക്സ് ഉണ്ടായിട്ട് ഈ കോംപ്ലക്സ് മൂലം ക്ലീവിംഗ് ഓഫ് ഇൻട്രോൺസ് നടക്കുന്നതാണ് ഇവിടെ നടക്കുന്ന സ്പ്ലൈസിയോസോം മീഡിയേറ്റഡ് സ്പ്ലൈസിംഗ് എന്ന് പറയും. സോ സ്പ്ലൈസിയോസോമിൽ നമ്മുടെ ഇപ്പോൾ ഒരു മാറേണ്ട ഇൻട്രോൺസ്, ഇപ്പോൾ ഇത് ഇൻട്രോൺസ് ആണെന്ന് വിചാരിക്കുക, ഇത് ഇൻട്രോൺസ് ഉള്ള ഭാഗം എക്സ്ട്രോൺസ് ഉള്ള ഭാഗമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് അതുള്ള ഒരു mRNA ഉണ്ടായിരിക്കും. ദെൻ കുറെ സ്മോൾ ന്യൂക്ലിയർ RNAs ഉണ്ടാകും, സ്മോൾ ന്യൂക്ലിയർ RNAs ഉള്ള. അപ്പോൾ ഉദാഹരണം U1, U2, U4, U5, U6 ഇങ്ങനെയൊക്കെയുള്ള ഒരു 100 to 300 ന്യൂക്ലിയോടൈഡ്സ് വരെ നീളമുള്ള snRNAs അതിനകത്തുണ്ടാകും. ആൻഡ് ഈ snRNAയിൽ ഒട്ടിച്ചേരുന്ന വിവിധ തരം പ്രോട്ടീൻ ഉണ്ട്. ഏകദേശം 60ഓളം 50 to 60 തരം പ്രോട്ടീൻസ് ഉണ്ട് ഇവിടെ ഒട്ടിച്ചേരാൻ പറ്റുന്നത്. ആൻഡ് ഈ snRNAയും ഒരു പ്രോട്ടീനും കൂടി ഒട്ടിച്ചേർന്ന് കഴിയുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുക സ്മോൾ ന്യൂക്ലിയർ റൈബോ ന്യൂക്ലിയർ പ്രോട്ടീൻ എന്നാണ്. അതിനെ നമ്മൾ വിളിക്കുക സ്നർപ്സ് എന്നാണ് വിളിക്കുക, SNURPS സ്നർപ്സ്. അപ്പോൾ അത് snRNA പ്ലസ് പ്രോട്ടീൻസ് രണ്ടും കൂടി ചേരുന്നതാണ് സ്നർപ്സ് എന്ന് പറയാം. സോ ഇത്തരം സ്നർപ്സ് വഴി ഉണ്ടാകുന്ന സ്പ്ലൈസിയോസോം വഴി ഉണ്ടാകുന്ന സ്പ്ലൈസിങ്ങിനെയാണ് നമ്മൾ സ്പ്ലൈസിയോസോം മീഡിയേറ്റഡ് സ്പ്ലൈസിംഗ് എന്ന് പറയും. ഒരു 60ഓളം പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അതെല്ലാം നമുക്ക് പറഞ്ഞു തീരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഏകദേശ ചിത്രമാണ് നമ്മൾ പറയുക. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. സോ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് മാത്രം പറഞ്ഞ് നമുക്ക് അങ്ങ് പോകാം. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ആണ്. എന്താണ് ഉണ്ടാകുന്നത്? ഫോർമേഷൻ ഓഫ് എ കമ്മിറ്റ്മെന്റ്
കോംപ്ലക്സ് നമുക്ക് സ്പ്ലൈസ് ചെയ്യാം. കമ്മിറ്റ്മെന്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അതാണ്. ഓക്കെ, സോ ഇൻട്രോൺസിന്റെ അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ വരയ്ക്കുന്നു. 5 പ്രൈം എൻഡ് ആണ്, 3 പ്രൈം എൻഡ് ആണ്, ആൻഡ് ഇവിടെയാണെന്ന് നോക്കിയ ഒരു ഇൻട്രോൺ ഞാൻ വലുതായിട്ട് വരയ്ക്കുകയാണ്, ഇൻട്രോൺസിന്റെ ഭാഗം. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻട്രോൺസിന്റെ 5 പ്രൈം സ്പ്ലൈസ് സൈറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് നമ്മൾ കണ്ടായിരുന്നു. ആൻഡ് ഈ സൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ നമ്മൾ പറഞ്ഞ പ്രോട്ടീനുകളിൽ നിന്ന് SNRI പ്രോട്ടീനുകളിലെ ഒരെണ്ണം U1 എന്ന് പറയുന്ന പ്രോട്ടീൻ അത് ഇവിടെ വന്ന് ഒട്ടിച്ചേരുകയാണ്. അപ്പൊ ഇനി ഇവിടെ 3 പ്രൈം എന്ന് പറയുന്ന സൈറ്റിന്റെ 3 പ്രൈം സ്പ്ലൈസ് സൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു ബ്രാഞ്ച് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ അഡിനിൻ ആണുള്ളത്. ആൻഡ് ഈ ബ്രാഞ്ച് പോയിന്റിൽ ഒരാൾ വന്ന് ചേരുന്നുണ്ട് അഡിനുള്ള ഭാഗത്ത്. അവിടെ വന്ന് ചേരുന്ന ആളാണ് SF1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബ്രാഞ്ച് പ്രോട്ടീൻ, അല്ലെങ്കിൽ ബ്രാഞ്ച് പോയിന്റ് ബൈൻഡിങ് പ്രോട്ടീൻ. BBP എന്നാണ് വിളിക്കുക, BB ബ്രാഞ്ച് പോയിന്റ് ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് വിളിക്കുക. അതൊന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ 3 പ്രൈം സ്പ്ലൈസ് സൈറ്റിൽ ഒരാൾ വന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അത് U2 പ്രോട്ടീൻ ആണ്. U2 വിത്ത് AF35. അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് ചേരുന്നു. ഇനി ഇവിടെ നമ്മൾ ഒരു സൈറ്റ് കൂടി പറഞ്ഞായിരുന്നു, അതാണ് പോളി Y സൈറ്റ് എന്ന് പറയുന്നത്. അവിടെ വന്ന് ചേരുന്നത് പ്രോട്ടീൻ തന്നെയാണ്, U2 തന്നെയാണ്, U2 വിത്ത് AF65. U2 വിത്ത് AF. ഇത്രയും ആൾക്കാർ വന്ന് ബൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചു, പോയിന്റുകൾ എവിടേക്കാണ് പോയിന്റുകൾ എന്ന് കണ്ടുപിടിച്ചു. സോ ഇതിനെയാണ് നമ്മൾ വിളിക്കുക കമ്മിറ്റ്മെന്റ് കോംപ്ലക്സ് എന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പ്രീ സ്പ്ലൈസിയോസോം ഫോർമേഷൻ. പ്രീ സ്പ്ലൈസിയോസോം ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ A സൈറ്റിൽ ഇവിടെ SF1 ആയിരുന്നു പിടിച്ചത്, അത് മാറ്റി ഇപ്പോൾ U2 വന്ന് ഇവിടെ. സോ SF1ൽ ഇപ്പോൾ പുതിയതായിട്ട് U2 ആണ് ഒട്ടിച്ചേർന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ ആ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഈസ് ഫോർമേഷൻ ആണ്, ഫോർമേഷൻ ഓഫ് സ്പ്ലൈസിയോസോം. ഇവിടെയാണ് സ്പ്ലൈസിയോസോം ഫോം ചെയ്യുന്നത്. സ്പ്ലൈസിയോസോം ഫോം ചെയ്യാനായിട്ട് ഇവിടെ U1 ഇവിടെ ഉണ്ട്, U2 ഇവിടെ. ഈ U1ഉം U2ഉം തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ U4 വന്നിട്ട് ചേരുന്നു, U5 വന്നിട്ട് ചേരുന്നു, U6 വന്നിട്ട്. സോ ഇങ്ങനെ 3 ആൾക്കാർ വന്നിട്ട് ചേരുമ്പോൾ ആൻഡ് ഇവിടെയുള്ള ഇത് രണ്ടും വിട്ടു പോകണം. 3 പ്രൈം സ്പ്ലൈസിയോസൈറ്റിൽ നിന്ന് U2 AF35 വിട്ടു പോകണം. ആൻഡ് ഇവിടെ നിന്ന് പോളിവൈ സൈറ്റിൽ നിന്ന് U2 അതിലെ BF65 എന്ന് പറയുന്ന AF65 എന്ന് പറയുന്ന ആളും വിട്ടു പോകണം. സോ അത്രയും വിട്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഇയാളൊക്കെ പോയി. ഈ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്പ്ലൈസിയോസോം എന്ന് പറയും. ഇത്ര അല്ലട്ടോ, വേറെ ഒരുപാട് പ്രോട്ടീനുകളുണ്ട്. ഞാൻ ടു മേക്ക് തിങ്സ് ഈസിയർ നമ്മുടെ പ്രധാനപ്പെട്ട പ്രോട്ടീന്റെ മാത്രം പേരുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 60ഓളം പ്രോട്ടീൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഈ സ്പ്ലൈസിയോസോമിനെ ആക്ടിവേറ്റഡ് ആക്കണം, അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ആക്ടിവേഷൻ ഓഫ് സ്പ്ലൈസിയോസോം ആണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഇതിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് ഒരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കും. വേറെയും ചില പ്രോട്ടീനുകളൊക്കെ ഇങ്ങനെ വന്നു ചേരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ U1 എന്ന് പറയുന്ന ആൾ വിട്ടുപോകുന്നു. ആൻഡ് U4ഉം ഇവിടെ നിന്ന് U1ഉം U4ഉം വിട്ട് മാറും. ആൻഡ് അപ്പോൾ ഇവിടെ U6 ഉണ്ട്, U2 ഉണ്ട്, U5 ഇതെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് മാറുന്നു. ഈ സൈറ്റിന്റെ പേര് നമ്മൾ പറഞ്ഞത് 5 പ്രൈം സ്പ്ലൈസ് സൈറ്റ് ആണ്. അവിടെ GU ഉണ്ട്. ഓക്കെ, അവിടത്തേക്ക് നീങ്ങുന്നു. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഈ A സൈറ്റിൽ ബ്രാഞ്ച് പോയിന്റിനകത്ത് അവിടെ അഡിനിൻ ആണുള്ളത്. അവിടെയുള്ള 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, രണ്ടാമത്തെ പൊസിഷനിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് ആക്ടിവേറ്റഡ് ആവുകയോ അല്ലെങ്കിൽ അതിപ്പോൾ എക്സ്പോസ്ഡ് ആവുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ച് പോയിന്റിലെ A സൈറ്റിലെ 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടെ 5 പ്രൈം സൈറ്റിലെ GU, ഇവിടെ GU ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. GU നമ്മൾ നേരത്തെ സെൽഫ് സ്പ്ലൈസിംഗിൽ പറഞ്ഞ പോലുള്ള അറ്റാക്ക് ആയിരിക്കും. ഇത് പോയി ഇവിടെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഒരു ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. സോ 1 ട്രാൻസെസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നടക്കുന്നു GUവിൽ. അപ്പോൾ GU ഞാൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ GUവിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടം വെച്ച് ഇത് അങ്ങോട്ട് കട്ടാവുകയാണ്. അപ്പോൾ ഈ A സൈറ്റിൽ ഇത്രയും സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഈ A സൈറ്റ് എന്ത് വെച്ചാൽ ഈ ഭാഗത്ത് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ബാക്കി പോയതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് മടങ്ങും. ഓക്കെ, ഇതാണെങ്കിൽ ഇതിങ്ങനെ അങ്ങ് മടങ്ങുകയും ഈ സൈറ്റ് ഇവിടെ നിൽക്കുകയും ഇവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. സോ ഇങ്ങനെ ഈ A സൈറ്റ് ഇവിടെ തന്നെയാണ് വരേണ്ട അറ്റം. ആൻഡ് ഇങ്ങനെ മടങ്ങുന്നതിനെ നമ്മൾ ലാരിയറ്റ് എന്നാണ് വിളിക്കുക. സോ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഈസ് ലാരിയറ്റ് ഫോർമേഷൻ ആണ്. അപ്പോൾ നമുക്ക് 5ാമത്തെ സ്റ്റെപ്പ് ഈസ് ലാരിയറ്റ് ഫോർമേഷൻ. എന്താണ് ഈ ലാരിയറ്റ് എന്ന് വെച്ചാൽ ഈ കുതിര, കന്നുകാലികൾ ഇവയൊക്കെ കഴുത്തിൽ കുടുക്കിട്ട് പിടിക്കുന്ന ആ കുടുക്കാണ്. ചില കുടുക്ക് പോലെ ഇങ്ങനെ ഇരിക്കുക, സ്വന്തം കഴുത്തിലേക്ക് തന്നെ വരുന്ന ഒരു കുടുക്ക്. സോ ആ കുടുക്ക് ഇവിടെ ഉണ്ടാവുന്നതുകൊണ്ടാണ്, ഈ A സൈറ്റിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് അതിനെ ലാരിയറ്റ് ഫോർമേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇനിയിപ്പോൾ സംഭവങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇത് പോയി ഇവിടെയുള്ള 3 പ്രൈം ഇവിടെയുള്ള സംഭവത്തിൽ അവിടെ എന്താണുള്ളത് നമ്മൾ പറഞ്ഞത് AG ആണുള്ളത്. അവിടെ പോയി അതിനെ അറ്റാക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ലാരിയറ്റ് വിത്ത് A സൈറ്റ് ഇവിടെ നിന്ന് അങ്ങ് വിട്ടുപോകുന്നു. അപ്പോൾ ഈ കുടുക്കോടുകൂടി ഈ സംഭവം ഇങ്ങനെ അങ്ങോട്ട് വിട്ടുപോയി താഴത്തേക്ക് പോയി. ആൻഡ് ദിസ് വിൽ അണ്ടർഗോ നശിച്ചുപോക്കോളും. അപ്പോൾ ഈ E2 ആൻഡ് ദിസ് E1, ഇത് E1 ആണെങ്കിൽ Exon 1 ആണെങ്കിൽ ഇത് Exon 2 ആണ്. ഇത് രണ്ടും വീണ്ടും പഴയ പോലെ കൂട്ടിച്ചേരും. സോ ഇതാണ് സ്പ്ലൈസിയോസോം മീഡിയേറ്റഡ് സ്പ്ലൈസിംഗ് എന്ന്. സോ ഞാൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. 60ഓളം
600ഓളം പ്രോട്ടീനൊക്കെ ഉണ്ട്. ഏകദേശം എല്ലാ പ്രോട്ടീനും പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ലാത്തത് കൊണ്ടാണ് സിമ്പിളായിട്ട് നമ്മൾ ഒരു 6 സ്റ്റെപ്പായിട്ട് നമ്മൾ പറയും. ഇനി ഈ സ്പ്ലൈസിംഗിൽ നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓൾട്ടർനേറ്റ്. സ്പ്ലൈസിംഗ് എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. സോ ഇത് പല രീതിയിൽ നടക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നോർമലി ഞാനിപ്പോൾ ഒരു mRNA വരയ്ക്കാമെന്ന് വിചാരിക്കോ. ഇവിടെ ഒരു E1 ഉണ്ട്, ദെൻ ഇവിടെ ഒരു E2 ഉണ്ട്, ഓക്കെ, ദെൻ ഇവിടെ ഒരു E3 ഉണ്ട്, ദെൻ E4, ദെൻ E5 ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ ഇടയിലുള്ളത് ഇപ്പോൾ ഇൻട്രോൺ 1, ഇൻട്രോൺ 2, ഇൻട്രോൺ 3, 4 അല്ല, ഇതൊക്കെയാണ്. സോ ഇപ്പോൾ ഇൻട്രോൺസ് നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ E1ഉം E2ഉം E3യും E4ഉം E5ഉം ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇതാണ് നോർമലായിട്ട് നമുക്ക് ഉണ്ടാവാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇതല്ലാതെ നമുക്ക് വേറെ പല രീതിയിലൊക്കെ ഉണ്ടാക്കാം. ഏതെങ്കിലും സ്റ്റെപ്പുകളിൽ എക്സോണെ നമുക്ക് ഒഴിവാക്കാം, ഇൻട്രോണെ നമുക്ക് അകത്താക്കാം. ഓക്കെ, സോ ഏതെങ്കിലും ഇൻട്രോൺ നമുക്ക് റീറ്റെയിൻ വരെ ചെയ്യാം. സോ ചിലപ്പോൾ ഈ ഇൻട്രോൺ ഇവിടെ ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ E1 എടുക്കുന്നു, ഓക്കെ, ദെൻ E3 എടുക്കുന്നു, ദെൻ E5ഉം പിടിപ്പിക്കും, കംപ്ലീറ്റ് ഓൾട്ടർനേറ്റീവ്. സോ ഇങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് E1 എടുക്കുന്നു, E2 എടുക്കുന്നു, E4 എടുക്കുന്നു, E5 എടുക്കുന്നു, ഓക്കെ, ബാക്കി E3 മാത്രം ഒഴിവാക്കുന്നു. സോ ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ അതിങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് സ്പ്ലൈസിംഗ് എന്ന് വിളിക്കുക. സോ സ്പ്ലൈസിംഗ് ടൈപ്പിൽ നമുക്ക് പെടുത്താം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പ്രോട്ടീൻ സെയിം ആയിരിക്കുമോ? ഈ 6 കൂടി 5 ചേർന്ന് കിട്ടുന്ന പ്രോട്ടീൻ അതൊരു A ആണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കിട്ടുന്ന പ്രോട്ടീൻ B ആയിരിക്കും, അല്ല വേറൊരു പ്രോട്ടീനാണ്. ഇങ്ങനെ കിട്ടുന്നത് വേറൊരു പ്രോട്ടീനാണ്. ഇത് രണ്ടും എടുക്കുന്നു, ഇതെടുക്കുന്നു, ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രോട്ടീൻ നമുക്ക് D കിട്ടാം. സോ വി ക്യാൻ മേക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ്. എടുക്കുന്ന അനുസരിച്ച് പ്രോട്ടീൻ മേ ബി ഡിഫറെന്റ് ടൈപ്സ്. ഉദാഹരണം, ഇപ്പൊ നമ്മൾ E1 to E6 കൂടി ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ E6 ഇങ്ങനെ ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരേ കോഡിൽ നിന്ന്. ഇതൊരു കോഡാണ്, ഏതെങ്കിലും ഒരു കോഡാണെന്ന് വിചാരിക്കുക. ആൻഡ് ഈ സംഭവം എടുത്തിട്ട് ഇൻ തൈറോയ്ഡ് ടിഷ്യൂവിൽ നമ്മൾ എടുത്തിട്ട് E1 എടുക്കുന്നു, E2 എടുക്കുന്നു, E3 എടുക്കുന്നു, E4 എടുക്കുന്നു. ഇത് 4 മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ആ സംഭവമാണ് കാൽസിറ്റോണിൻ എന്ന് പറയും. സോ ഒരേ കോഡ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ എടുത്തിട്ട് E1ഉം E2ഉം E3ഉം E4ഉം മാത്രം അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൽസിറ്റോണിൻ കിട്ടും. ഇതേ സാധനം തന്നെ ബ്രെയിനിൽ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഇതേ സാധനം ബ്രെയിനിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് E1 എടുക്കുന്നു, E2 എടുക്കുന്നു, E3 എടുക്കുന്നു, പിന്നെ നമ്മൾ E4 എടുക്കുന്നില്ല, പകരം E5ഉം E6ഉം മാത്രം എടുത്താൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീന്റെ പേരാണ് കാൽസിറ്റോണിൻ ജീൻ റിലേറ്റഡ് പ്രോട്ടീൻ. സോ ബ്രെയിൻ ഉണ്ടാക്കിയത് കാൽസിറ്റോണിൻ ജീൻ റിലേറ്റഡ് പ്രോട്ടീൻ ആണ്. തൈറോയ്ഡ് ടിഷ്യൂ ഉണ്ടാക്കിയത് കാൽസിറ്റോണിൻ ആണ്. രണ്ടിന്റെയും അടിസ്ഥാനം mRNA ഈ സെയിം, ഒരേ mRNA തന്നെയാണ്, പക്ഷെ ഓൾട്ടർനേറ്റ് സ്പ്ലൈസിംഗ് വഴി ഉണ്ടാക്കിയെടുത്താണ്. സോ ഡിഫറെന്റ് ടിഷ്യൂസ് ക്യാൻ എക്സ്പ്രസ് ഡിഫറെന്റ് പ്രോട്ടീൻസ് ബൈ ഓൾട്ടർനേറ്റീവ് സ്പ്ലൈസിംഗ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് കാര്യം. ഒരേ mRNA ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഡിഫറെന്റ് ഓരോ ടിഷ്യൂവിനും അതനുസരിച്ച് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ സ്പ്ലൈസിംഗിൽ അപ്പോൾ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നാലോ അതുമൂലം വിവിധ രോഗങ്ങളൊക്കെ വരാം. ഉണ്ടാക്കുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ CFTR എന്ന് പറയുന്ന ജീനിൽ നിന്ന് ഉണ്ടാക്കുന്ന mRNA സ്പ്ലൈസിംഗിൽ മൂലം തകരാറ് വന്നു കഴിഞ്ഞാൽ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാം. സിസ്റ്റിക് ഫൈബ്രോസിസ്, HGPRTASS, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ആന്റി ഗൗട്ട് വീഡിയോ പറഞ്ഞാണ്. അതിന്റെ പ്രശ്നം മൂലം ഉണ്ടാകുന്നതാണ് ലേഷ്നെഹാൻസ് സിൻഡ്രോം, അല്ലെ? സോ അവിടെയും സ്പ്ലൈസിംഗ് തകരാറിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ദെൻ ബീറ്റ താലസീമിയ എന്ന് പറയുന്ന രോഗം, ദെൻ അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫൈറിയ. സോ ഇങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങളും ഈ സ്പ്ലൈസിംഗിൽ ഉണ്ടാകുന്ന തകരാറുകൾ മൂലം ഉണ്ടാകാം. അപ്പൊ നമുക്ക് അവസാനമായിട്ട് ജീൻ എഡിറ്റിംഗ് ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇത് ഏകദേശം ഒരു സ്പ്ലൈസിംഗിനെ പോലെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ mRNA ഇത് 5 പ്രൈം to 3 പ്രൈം. ഇവിടെയുള്ള സീക്വൻസ് ഉണ്ടല്ലോ, ഈ സീക്വൻസിലൊക്കെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ ജീൻ എഡിറ്റിംഗ് എന്ന് പറയും. അപ്പൊ നമുക്ക് mRNA ഈസ് ഡിഫറെന്റ്, mRNA ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സോ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് പോലിപ്പോപ്രോട്ടീൻ B എന്ന് പറയുന്ന ഒരു അതുണ്ടാക്കുന്ന mRNA. സോ ആ ജീനിൽ നിന്നുണ്ടാക്കുന്ന mRNA ആണ്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് 2 തരം സംഭവങ്ങൾ ഉണ്ടാകും. ഒന്ന് ApoB 48 ഉണ്ടാക്കിയെടുക്കാം, ഒന്ന് ApoB 100 ഉണ്ടാക്കിയെടുക്കാം. ഈ ApoB 48 ഉള്ളത് കൈലോമൈക്രോൺ ആണ്. കൈലോമൈക്രോൺ അതെവിടെയാണ് നമുക്ക് പറയാം. ആൻഡ് ഇത് ഉള്ളത് ലിവറിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന VLDL ആൻഡ് LDL. ഇതിനകത്താണ് ApoB 100 ഉള്ളത്. ഇവിടുത്തെ ApoB 48 ഉള്ളൂ. ആൻഡ് ഇതുണ്ടാകുന്നത് ഇപ്പോൾ 2 സെല്ലുകൾക്ക് ഒരേ mRNA കോഡ് കിട്ടിയെന്ന് വരിക. ApoB 48 എന്ത് ചെയ്യുന്നു? അത് നമ്മൾ പറയുന്നത് എൻഡ്രോസൈറ്റ്സ് ആണ്, അല്ലെ? എൻഡ്രോസൈറ്റ്സ് എന്ന് വെച്ചാൽ ഇൻഡസ്റ്റൈനൽ സെല്ലാണ്. ഇപ്പം ഞാനിങ്ങനെ വരികയാണ്, ഇൻഡസ്റ്റൈനൽ എൻഡ്രോസൈറ്റിൽ. ഇത് കയറി കഴിഞ്ഞാൽ ഈ സംഭവം കയറിയല്ല, ഇത് ഇവിടെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ mRNA നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ സൈറ്റിഡിൻ ഡി അമിനേസ് എന്ന് പറയുന്ന എൻസൈം വെച്ചിട്ട് നമ്മളിവിടെ സൈറ്റിഡിൻ മാറി ഇവിടെ എവിടെയെങ്കിലും C കാണുന്നിടത്ത് നമ്മൾ
യുറാസിൽ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ കോഡ് ഇപ്പോൾ CAA എന്ന് പറയുന്ന ഒരു കോഡായിരുന്നു. CAA എന്ന് പറയുന്ന കോഡിനെ മാറ്റി UAA ആക്കി എന്ന് വിചാരിക്കുക. UAA നമ്മൾ പഠിച്ചിട്ടുള്ളത് UAA ഒരു ടെർമിനേഷൻ കോഡാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിച്ചു, ഇങ്ങോട്ടേക്ക് ഇവിടം വരെ ഉണ്ട്. പക്ഷേ ഇവിടെ UAA ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഇവിടെ വെച്ചിട്ടങ്ങ് നിന്ന് പോകും അല്ലെ, പ്രോട്ടീൻ സിന്തസിസ് ഇവിടെ വെച്ച് നിന്ന് പോകും. സോ അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ApoB48 എന്ന് പറയും. സോ അപ്പോൾ ഇവിടെ ഏകദേശം എത്ര അമിനോ ആസിഡ് ഉള്ള ഒരു സംഭവം ഉണ്ടാവുന്ന വെച്ചാൽ 2152 അമിനോ ആസിഡ് മാത്രമുള്ള ഒരു ഉണ്ടാവുന്ന സാധനമാണ് കൈലോമൈക്രോൺസ് എന്ന്. കൈലോമൈക്രോൺ ഇവിടുന്ന് ഫാറ്റിനെ എടുക്കുന്നു, ട്രൈഗ്ലിസറൈഡ് ആക്കിയിട്ട് നമ്മുടെ ലിംഫിനകത്തേക്ക് വിടുന്ന സംഭവമാണ് കൈലോമൈക്രോൺ എന്ന് പറയും. പക്ഷെ ലിവർ ഇത് മൊത്തം അങ്ങോട്ട് ഉണ്ടാക്കും. ഇവിടെ ലിവറിന് ഈ സംഭവമൊന്നുമില്ല, സൈറ്റൈഡിൻ ഡീഅമിനേസ് വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്കൊരു ഫുൾ സ്കെയിൽ അമിനോ ആസിഡ് നമുക്ക് കിട്ടും. ഒരു 4536 അമിനോ ആസിഡ് ഉള്ള ഫുൾ ApoB100 നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഇതിന്റെ പരിപാടി എന്താ? ലിവറിൽ വെച്ചിട്ട് VLDL അവിടെ ഉണ്ടാക്കുന്ന കൊഴുപ്പ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് VLDLന്റെ പരിപാടി. രണ്ടും ഏകദേശം ഒരേപോലത്തെ പരിപാടിയാണ്. ഇത് ഫുഡിൽ നിന്ന് വരുന്ന ഫാറ്റിനെ എടുത്ത് കൊണ്ടുപോവുകയാണ്, ഇത് ലിവറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫാറ്റിനെ എല്ലായിടത്തേക്ക് എത്തിക്കലാണ്. ആൻഡ് ഇവിടെ ഫുൾ സ്കെയിൽ ApoB100 വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇവിടെ ഇടക്ക് വെച്ചിട്ടൊന്നും കട്ട് ചെയ്തിട്ട് 2152 അമിനോ ആസിഡ് ഉള്ള ApoB48 വെച്ച് ഉണ്ടാക്കും. സോ ഇതാണ് വ്യത്യാസം. സോ ദിസ് ആൻ എക്സാമ്പിൾ ഓഫ് ജീൻ എഡിറ്റിംഗ് ഓർ mRNA എഡിറ്റിംഗ് എന്ന് നമുക്ക് പറയാം. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് നമ്മളെല്ലാം പറഞ്ഞു. 5' ക്യാപ്പിംഗ് നമ്മൾ പറഞ്ഞു, പോളി A അഡിനിലേഷൻ പറഞ്ഞു, അല്ലെങ്കിൽ 3' പോളി അഡിനിലേഷൻ പറഞ്ഞു, സ്പ്ലൈസിംഗ് പറഞ്ഞു, എഡിറ്റിംഗ് പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.